എന്തായാലും ഇന്ന് ലീവ് എടുത്തു. എന്നാൽ പിന്നെ എന്തുണ്ടാക്കി കളയാമെന്ന് ആലോചിച്ചപ്പോഴാണ് കേസരിയുടെ ഓർമ്മ വന്നത്. ആദ്യം ചീനച്ചട്ടി ചൂടാവുമ്പോഴേക്കും നെയ്യ് ഒഴിക്കണം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് നെയ്യാണ് നോർമലി. പക്ഷെ ഞാനിവിടെ ഒരു 4 സ്പൂണേ എടുത്തിട്ടുള്ളൂ. കാരണം അധികം ആകിയാൽ ഒരു മടുപ്പ് തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഈ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് 1 കപ്പ് റവ ചേർക്കണം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്ക് 2 കപ്പ് വെള്ളം ചേർക്കണം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് റവ നന്നായിട്ട് വെന്ത് കുറുകി വരും. ആ സമയത്ത് 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അന്നേരം റവ എഗെയിൻ ഒരു വാട്ടറി പരുവത്തിലേക്ക് ആകും. അന്നേരം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി എടുക്കണം. പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇരിക്കും തോറും കട്ടിയായി വരുന്നത് കൊണ്ട് ഒരല്പം വാട്ടറി പരുവത്തിൽ തന്നെ തീ ഓഫ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കേസരി നമുക്ക് ഒരു സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിന് കിട്ടും. വേണമെങ്കിൽ അല്പം ആഡംബരത്തിന് നമുക്ക് കുറച്ച് കിസ്മിസ് നട്ട്സും കൂടി ആഡ് ചെയ്താലും നന്നായിരിക്കും.